Your picture's so ugly. Holy cow! Why? No, it's not. You always call yourself. ഒന്നും മിണ്ടായിരടാ പിള്ളേരെ. എന്തൊരു ബഹളായി കൊച്ചങ്ങളകത്ത് കിടന്ന്. Oh my god. പിള്ളേരെ രണ്ട് വഴക്ക് പറയുമ്പോൾ എന്തൊരു സുഖം അറിയോ? അവർ സ്ഥലത്തില്ലാത്തപ്പോൾ അവരെ മിസ് ചെയ്യുന്ന കാര്യം ഓർക്കണം. നീ ആ കണ്ണാടിയും കന്നേ, ഞാനത് വായിക്കട്ടെ. കണ്ണ് തീരെ കാണാൻ മേലാതെ വന്നാൽ ഒരു കണ്ണാടി പോയി മേടിക്കരുത് കേട്ടോ. പിന്നെ എന്നിട്ട് വേണം നാട്ടുകാർ മുഴുവൻ എന്റെ പ്രായം അറിയാന്. പിന്നെ നീ കൊച്ചു കുട്ടിയല്ലേ, മധുര 17കാരി. എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് പറയാനില്ലല്ലോ, എന്നും നൈറ്റ് ഡ്യൂട്ടി അല്ലേ. അലർജി കാരണം ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് നന്നായി. റീഡിങ് എന്താന്ന് അറിയോ? ഷുഗർ 210, കൊളസ്ട്രോൾ 250. ഇതിനി കൂടുവെന്ന് പേടിക്കണ്ട കേട്ടോ. മാക്സിമം എത്തിയിരിക്കുകയാണെന്ന് ഇതിൽ കൂടാനില്ല ഇനി. ആണോ? എടി അത് കഴിഞ്ഞ ആഴ്ച എല്ലാം കൊണ്ട് ഭയങ്കര ടെൻഷൻ അല്ലായിരുന്നോ? അതുകൊണ്ട് കൂടുതലായിരിക്കും. ടെൻഷൻ അടിക്കുമ്പോ ഷുഗർ അല്ലേ കൂടുന്നത്? ഇതിന് എന്തേലും ചെയ്താലേ പറ്റത്തുള്ളൂ. ഡയറ്റ് ചെയ്ത് ആ വെയിറ്റ് കുറയുമ്പോ തന്നെ പകുതി പ്രശ്നം അവിടെ തീരും. ഇനിയിപ്പം വെയിറ്റ് കുറഞ്ഞ ആ വെറോണിക്കയില്ലേ, അവള് ഒരാഴ്ച കൊണ്ട് 10 പൗണ്ട് കുറഞ്ഞു. ദേഹത്തെ ഇംപ്യൂരിറ്റീസ് എല്ലാം ഫ്ലഷ് ഔട്ടും ചെയ്തു. അതന്നെ. അവള് വല്ല വിമ്മാണോ കലക്കി കുടിച്ചേ? വിമ്മൊന്നും അല്ല, ഒരു ഡയറ്റ്, MC ഡയറ്റ് കേട്ടിട്ടുണ്ടോ? ഈ MC എന്ന് പറയുമ്പോ മക്ഡോവൽസ് ബ്രാൻഡി പോലെ എന്തെങ്കിലും കൂടി? എന്ത് പറഞ്ഞാലും കുടിയുടെ കാര്യം. ഇതൊരു ഡയറ്റാ. വയറ് നിറച്ചു കഴിക്കാം, പട്ടിണി ഇരിക്കണ്ട, വെയിറ്റ് കുറയുകയും ചെയ്യും. അത് കൊള്ളാലോ. ജസ്റ്റ് 1 വീക്ക്. ജസ്റ്റ് 1 വീക്ക്. എന്നാ റെഡി. നീ സംഗതി റെഡി ആയിക്കോ. കഴിക്കണ കാര്യം ഞാൻ ഏറ്റു. ഞാൻ സീരിയസാ, ഞാനും ചേരാം. നിനക്ക് ഈടെയായിട്ട് തടി ഇച്ചിരി കൂടിയിട്ടുണ്ട്. നിന്റെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം അതിനകത്ത് നിന്ന് കയറിയപ്പോഴല്ലേ കണ്ടത്. ആ ഡ്രൈവർ സീറ്റ് ജാമായി ചളിങ്ങിയായിരിക്കണേ. അതെന്തേലും ആകട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയറ്റിംഗ് ചെയ്യുന്നത് നല്ലതാ. ആ വെറോണിക്കൊക്കെ. ഓ എന്റെ ദൈവം, ഈ വെറോനിക്കയുടെ കാര്യം പറയാതെ എന്നാ വേണേലും ചെയ്തേക്കാം. ഒരു വെറോനിക്ക. അപ്പം നാളെ തൊട്ട് ഡയറ്റ്, ഓക്കെ? നമ്മൾ ഉഴപ്പാതിരിക്കാൻ മക്കളെ ജഡ്ജസ് ആക്കാം. അത് വേണോ? അവര് നിന്റെ സൈഡേ നിൽക്കുള്ളൂ. മക്കളെ മോർണിംഗ് വന്നേ, കൊച്ചുവിടെ വന്നിരുന്നേ. മക്കളെ, നാളെ തൊട്ട് ഡാഡിയും മമ്മിയും ഒരു ഡയറ്റ് ചെയ്യാൻ പോവാ, ഓക്കെ? 1 വീക്ക്. നിങ്ങളാ ജഡ്ജസ്. ആര് ഡയറ്റ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നോ അവര് നിങ്ങൾക്ക് കാശ് തരണം. ഫോർ എക്സാമ്പിൾ, ഡാഡി അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും കട്ട് തിന്നണത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ $1 തരും. $1? $1? $100. ബെറ്റ്. $100 എന്റെ ഇല്ല, എനിക്കതൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, $100 അങ്ങോട്ടെ. ഇവിടെ റുപ്പീസ് ഒന്നുമില്ല, ഡോളേഴ്സ്. $100. ബെറ്റ്. എന്റെ $100 ഒന്നും പറ്റില്ല. $100. ഓക്കെ. എടി ആ പിക്കിളെങ്കിലും അതിനകത്ത് വെക്കാൻ പറഞ്ഞോ? അപ്പൊ ഇതുവരെ പറഞ്ഞു മനസ്സിലായില്ലേ? പിക്കിള്, സ്നാക്സ് എല്ലാം പിള്ളേരുടെ കയ്യില്. മക്കളെ, ഡാഡി ഡയറ്റിന്റെ കാര്യം മറന്നെന്നാ തോന്നുന്നു. മോളൊന്ന് വായിച്ചു കൊടുത്തേ. Day 1. Fruits only. All fruits except bananas. അപ്പൊ ബനാന എന്നാ ഫ്രൂട്ട് അല്ലേ? നീ ഒന്നോടെ നോക്കി. Except bananas. അപ്പൊ നീ വയറ് നിറച്ച് കഴിക്കാമെന്ന് പറഞ്ഞതോ? കഴിക്കാമല്ലോ, ഫ്രൂട്ട്സ് എത്ര വേണേലും കഴിക്കാമല്ലോ. ഇടി രാവിലെ മുതൽ ഈ ഫ്രൂട്ട് തന്നെ എങ്ങനെ കഴിച്ച് മനുഷ്യൻ ജീവിക്കും? Wow, this is really good. It's a new flavor. അടിച്ചോ അടിച്ചോ, പള്ള നിറച്ചടിച്ചോ. മോനെ, യു ആർ ഇൻ ചാർജ്, ഓക്കെ? ഞാൻ ഇതെന്നെ റൂമിൽ കൊണ്ടുപോയി ലോക്ക് ചെയ്യാം. മന ഇച്ചിരി കന്നടി. ഇതിന്റെ അപ്പനെ കൊണ്ടുകൊടു. ഇതിനെയൊക്കെ വെറുതെ വളർക്കണതാ. Create a relaxing environment. Light a candle, turn down the music, and try to relax. Lie down flat on the mat. Close your eyes, let your body relax. റിൻസി, റിൻസി. കൈവിടെ അച്ചായോ, യോഗ ചെയ്യാനും സമ്മതിക്കുകയല്ലോ. യോഗ ചെയ്യുമായിരുന്നോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. ഒരു കാര്യം ചെയ്യേ, ആ മൂക്കിൽ ഇച്ചിരി പഞ്ഞിയും കൂടെ വെച്ചോട്ട് കിടക്ക്. തമ്പുരാനെ, മോർഗേജ് ഇനി ആരടക്കുമെന്ന് ഞാൻ ഒന്ന് പേടിച്ചു. അതെ അതെ, യോഗ ചെയ്യുന്നത് പ്രഷറിനൊക്കെ നല്ലതാന്ന് അവര് പറയുന്നുണ്ട്.
അച്ഛനും ചെയ്യ പ്രഷറൊക്കെ കുറഞ്ഞു വരും പിന്നെ യോഗ ചെയ്തിട്ട് എന്റെ പ്രഷർ ഇനി കുറയ്ക്കണ്ട. ജോലിയും കഴിഞ്ഞ് ഒന്ന് വല്ലയിടത്ത് വരുന്ന 2 സ്മോളൊക്കെ അടിച്ചിരിക്കാനുള്ളതിന് യോഗ വാന്നേ. ഇനി എന്നാ ചെയ്യണ്ടേ? വെറുതെ കിടന്നാ മതിയെന്ന്. വെറുതെ കിടന്നാ മതിയോ? And slowly lift up your left leg. ധനതടി താഴെ വെക്കാൻ പറയാത്തത് ഇനി ആ തള്ള മറന്നു പോയതൊക്കെയാണോ? And that's all for today. Now lay back in your Savasana position. Try to relax and breathe. മന്ദബുദ്ധികൾ പെട്ടെന്ന് ഉറങ്ങും. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല. റിൻസി പെട്ടെന്ന് എന്തെങ്കിലും എടുക്കുക. ദൈവമേ, ഈ കോപ്പ ഇവിടെ വെച്ചാണ്. വേറെ പ്ലേറ്റ്. ഇതെന്തിനാ ഇതെല്ലാം കൂടെ തട്ടിയിടണേ? ഞാൻ ആടാണോ? ഉടഞ്ഞിടണ കണ്ടില്ലേ? എങ്ങനെയാണ് ഇത് തിന്നണേ? ഇങ്ങനെ തീറ്റ കണ്ട കഴിഞ്ഞ ജന്മത്തിൽ ഇതായിട്ട് കൊരങ്ങാറെന്ന് ഓർമ്മ. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ കൂടെ ഒരു ശകലം മീൻകറിയുടെ കഴിക്കാൻ കുഴപ്പമില്ല. Daddy, $100. നീയൊക്കെ തിന്നെ. എന്നാ ഇച്ചിരി ചോറ് കഴിക്കാൻ പറ്റണേ? ഇനി നാളെയോ? വിളിക്കാതിരടി. നീ എങ്ങോട്ടോ ഈ കൊച്ചു വെളുപ്പാൻ കാലത്തെ? ഇന്നല്ലേ ചോറ് തിന്നാൻ കിട്ടണ ദിവസം. ലഞ്ച് മാത്രം ചോറ്, ബാക്കി ദിവസം മുഴുവനും വെജിറ്റബിള്. ബ്രേക്ക്ഫാസ്റ്റിന് ബേക്ക്ഡ് പൊട്ടാറ്റോ ആൻഡ് കുക്ക്ഡ് ബീൻസ്. എന്നിട്ട് നമുക്ക് ഓടാൻ പോകണം. ഓടാനോ? എങ്ങോട്ട്? ജോഗിങ്ങിന്. യോഗിങ്ങോ? ജോഗിങ്. ഇത് നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. അയ്യോ, ഇത് ഞാൻ ഇന്നലെ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ച പേയ്മെന്റ് ലെറ്റർ ആണല്ലോ. ഇതെങ്ങനെ തിരിച്ചു വന്നു? ഞാൻ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. വെറുതെ അല്ല, ഫ്രമും ടൂവും മാറിപ്പോയി. അതെങ്ങനെയാ? ഉച്ചക്ക് പച്ചല തന്നെ തിന്ന് കഴുതയുടെ സ്വഭാവമായിട്ടുണ്ട്. ഇല തന്നെ തിന്ന് വിശന്ന് കണ്ണ് കാണാൻ മേലാതിരിക്കുമ്പോഴാ ഇതൊക്കെ എഴുതണം. പിന്നെ എന്നാ ചെയ്യും? അല്ല, ഇപ്പൊ ഇതാ ഭദ്രകാളി എങ്ങാനും കണ്ടോണ്ട് വന്നാലോ? എവിടെ കണ്ടോ വെക്കും? George, did you send the mail? ഞാനത് ഇന്നലെ തന്നെ അയച്ചല്ലോ മാഡം. ഇന്നലെ തന്നെ അയച്ചോ. George, I told you so many times, don't speak Malayalam in the office. Okay. Get me all the pending payment list. Everything inside. എല്ലാം ഇതിനകത്തും. Everything inside. Hi Nancy, how are you? I'm fine, how are you? Fine. Hi George. ഹായ് ഗോപി. അപ്പോഴേ ഇന്ന് എന്റെ ലാസ്റ്റ് ഡേ ആണ്. എന്റെ റെസിഗ്നേഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞു. ഓ, അത് ശരി. വെരി ഗുഡ്. Oh, I heard that. Thank you. I wish you all the best. താങ്ക് യു. അപ്പോഴേ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇറ്റാലിയൻ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു.
ലഞ്ച് അവിടെയാണ്. അയ്യോടോ ചതിച്ചല്ലോ. എന്ത് പറ്റി? 2 ദിവസമായിട്ട് ഡയറ്റിങ്ങിലാ, ഒന്നും കഴിക്കാൻ പറ്റില്ല. ചോറൊന്ന് കേൾക്കുമ്പോ തന്നെ കൊതി തോന്നണം. പച്ചക്കറി എല്ലാം തിന്ന് മടുത്തിരിക്കുമ്പോഴാ. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചോറ് അവള് തന്നു വിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ കഴിച്ചോളാം. നമുക്ക് വേറെ ദിവസം കൂടാം. പിന്നെ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട്. ദേ കുട്ടികളെ കൊണ്ടൊക്കെ ഓരോ പോളിസി എടുപ്പിച്ചോളണം. അതിനെ നമുക്ക് എടുക്കാമല്ലോ, ഒരു കുഴപ്പമില്ല. അല്ല എടോ, തന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടോ? അതൊക്കെ വളരെ അടിപൊളിയായിട്ട് പോകുന്നു. 10 വർഷം ഇവിടെ ചരച്ചിട്ട് കിട്ടാത്തതല്ലേ 1 വർഷം കൊണ്ട് നമ്മൾ അടിച്ചെടുത്ത്. വിഷ് യു ഗുഡ് ലക്ക്. ഓക്കെ, എന്നാ കാണാം. കാണാം. താങ്ക് യു. കാണണം. യെസ്. ഇനിയെല്ലാം കഴിച്ചിട്ടാണ്. നല്ല കനമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, ഒരു പൂച്ചയ്ക്ക് തിന്നാനുള്ള ചോറില്ല. ഇതിൽ വല്ലതും ഉണ്ടോ? മോളെ ഹോംവർക്ക് എന്തുവാ ഇന്ന്? എന്റെ ഫേവറേറ്റ് TV പ്രോഗ്രാമിനെ പറ്റി ഒരു എസ്സേ എഴുതണം. മോൾ എന്തോ എഴുതിയിരിക്കുന്ന വായിച്ചേ. I love comedy shows. My favorite comedy is നിങ്ങളാണ് താരം. ബെസ്റ്റ്. കുഞ്ഞിനെ വേറെ ഒന്നും കിട്ടിയില്ല എഴുതാൻ അല്ലേ? ഓക്കെ, മമ്മ പറഞ്ഞുതരാം, എഴുതിക്കേ. I love animals and traveling to distant lands. My favorite program is on Discovery Channel. Wait, Mom, we don't even have Discovery Channel. അതൊന്നും സാരമില്ല, നീ എങ്ങോട്ട് എഴുത. ഡിസ്കവറി ചാനൽ കോൾഡ് പ്ലാനറ്റ് ഓഫ് ദ വൈൽഡ്. മമ്മി, ഇതേ എസ്സേ ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയത്. അതൊന്നും സാരമില്ല, അവള് എഴുതിക്കോട്ടെ. രാവിലെ ഒന്ന് ഓടാൻ പോകാൻ ശരീരത്തിന് നല്ലൊരു സുഖം. ഇനി എല്ലാ ദിവസവും രാവിലെ കുറേശ്ശെ ഓടണം. നീയും വാകട്ടോ. പിന്നെ ഒന്നിച്ചോടാം. മാത്ത് ചെയ്തോ? ഓടാം. വീട്ടിന് സൗകര്യക്കുറവായിട്ട് സുഖമില്ല. ഇതെല്ലാം തിന്നു നിന്ന് വല്ല ആടിന്റെ ഒച്ചപാടായോ എന്നൊരു സംശയമുണ്ട് ഇപ്പൊ എനിക്ക്. എന്നാ ചെയ്യാനാ, കഴിക്കാം. നീ ഇതിന്റെ മുകളിൽ ഒഴിക്കാനുള്ള കുഴമ്പൊന്നുമില്ലേ? അച്ചായോ. അല്ല, മീൻകറിക്കൊക്കെ പഴയ കളറുണ്ടോന്ന് അറിയാൻ വേണ്ടി നോക്കിയെന്നുള്ളൂ, കഴിക്കാനല്ല. മാനേ കഴിച്ചു. ചോറൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊച്ചാൻ കഴിച്ചേ. ശരിക്കും കഴിക്കേ. കഴിച്ചു. മീൻ കഷ്ണമൊക്കെ വേണമെങ്കിൽ ഇച്ചോടെ അങ്ങ് എടുത്തോ, ഇട്ടോ, കുഴപ്പമില്ല. ആ മീൻകറിയൊക്കെ ശകലോടെ അങ്ങ് കിട്ടുമോ? എന്റെ മോളെ, നീ അത് മുഴുവനും വേസ്റ്റ് ചെയ്യല്ലേ. എടി, കൊച്ചിനെ നിർബന്ധിക്കണ്ട, അവക്ക് വേണ്ട കഴിക്കണ്ട. എന്നാ ഒരു കാര്യം ചെയ്യ, മോളെ അത് ഫ്രിഡ്ജിൽ വെക്ക, വേസ്റ്റ് ചെയ്യണ്ട. അതെ അതെ, മൂടിപ്പിറക്കി ഭദ്രമായിട്ട് കൊണ്ടുപോയി കേട്ടോ. നിനക്കതൊന്നും വേണ്ടേ? അമ്പടി കള്ളി.